പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഇടവേള കഴിയുകയാണ്. പി കെ ഫിറോസ്, ഞാൻ ചോദിക്കാൻ വന്നൊരു കാര്യം, അതായത് ഈ ലീഗ് അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ ഈ ഭരണം ലീഗ് കിഡ്നാപ്പ് ചെയ്യും, കോൺഗ്രസിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ലീഗ് കയറി ഇടപെടും, ഇങ്ങനെയൊക്കെയുള്ള പ്രചാരവേല ചെറുതായിട്ടാണെങ്കിലും കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. അത് വളരെ സംഘടിതമായ ശ്രമമാണോ എന്നറിയില്ല, എന്നാലും അങ്ങനൊരു സംഭവം വന്നു. ഇതിനകത്ത് ഞാനൊരു മന്ത്രിയോട് അത് ചോദിച്ചു, ലീഗ് എടുക്കുന്ന പ്രിക്കോഷൻ എങ്ങനെയായിരിക്കും? കാരണം ഇതുകൊണ്ട് ചിലപ്പം ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാക്കാൻ പോകുന്ന മറ്റു ചില ആളുകളായിരിക്കും. അല്ല, അതിൻ്റെ പ്രത്യേകിച്ചൊരു പ്രിക്കോഷൻ്റെ ആവശ്യമില്ല. കാരണം ലീഗ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ പ്രവർത്തിച്ചാൽ ലീഗ് ഇതിനെക്കുറിച്ച് ബോധവാന്മാരാണ്. തീർച്ചയായിട്ടും ബോധവാന്മാരാണ്. കാരണം അത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം കണ്ടൊരു കാര്യമല്ലല്ലോ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ജനം അത് തള്ളിക്കളഞ്ഞല്ലോ. അതുകൊണ്ടല്ലേ UDF ഇത്ര വലിയ വിജയം. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സംഖ്യയല്ലേ ലീഗിന് കിട്ടിയത്, 22, നേരത്തെ 20 ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ആക്ഷേപങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ തന്നെ കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് സാധിച്ചിട്ടുണ്ട് എങ്കിൽ ലീഗിൻ്റെ പ്രവർത്തനത്തിൽ അവർക്ക് വിശ്വാസമുണ്ട്. ലീഗ് അധികാരത്തിൽ വന്നാൽ സ്വജനപക്ഷപാതം ഉണ്ടാവില്ല, ഏതെങ്കിലും സമുദായത്തോട് പ്രത്യേകമായ മമത ഉണ്ടാവില്ല, ഏതെങ്കിലും സമൂഹത്തോട് പ്രത്യേകമായ വിദ്വേഷം ഉണ്ടാവില്ല. അവർക്ക് ഭരിക്കാൻ അറിയാവുന്ന കൊള്ളാവുന്നൊരു പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് അറിയാവുന്നത് കൊണ്ടാണ് 22 സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങളുടെ 22 സീറ്റ് മാത്രമല്ല, മറ്റു പാർട്ടികളെ UDFനകത്തെ മറ്റു പാർട്ടികളുടെ വിജയത്തിന് ഞങ്ങൾ വഹിച്ച പങ്ക് SK എന്നറിയാമല്ലോ. ഈ വലിയ വിജയത്തിന് UDFന് കേരളത്തിലുടനീളമുണ്ടായ വിജയത്തിന്, പ്രത്യേകിച്ച് മലബാറിൽ ലീഗ് ഒരു വലിയ ചാലകശക്തിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചൊരു കാര്യമാണ്. ആ അംഗീകാരം മാത്രം മതി ഞങ്ങൾക്ക് മുന്നോട്ട് പ്രവർത്തിക്കാനുള്ള ഊർജ്ജത്തിന്. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊരു പ്രിക്കോഷൻ അതിനുവേണ്ടി എടുക്കേണ്ട ഒരു കാര്യമില്ല. ഞങ്ങൾ എങ്ങനെയാണോ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചത് അതുപോലെ തന്നെ പ്രവർത്തിച്ചാൽ ആ വിശ്വാസം നിലനിർത്താൻ ഞങ്ങൾക്ക് സാധിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.